കൊല്ലം സുധി എന്ന കലാകാരൻ ഓർമ്മയായിട്ട് 2 കൊല്ലം തികയാൻ പോവാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ ആയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുധിയാണ്. ആക്ച്വലി ഡിസ്കഷൻ ആയിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഞാൻ ഒരുപാട് ഈ പുകഴ്ത്തി പറയുന്ന പോലെയൊക്കെ ഇരിക്കും. അത്രമേൽ വൾഗറായിട്ടുള്ള ട്രോളുകളും റീലുകളും ഒക്കെയാണ് ആളുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെക്കുറിച്ച്. ചിലതൊക്കെ എനിക്കിവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതാ ഇത്രയും വൃത്തികേടൊക്കെയാണ് ഇവന്മാർ കാണിക്കുന്നത് എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അങ്ങനെ പ്ലേസ് ചെയ്ത് നിങ്ങളെ കാണിക്കാനുള്ള ക്വാളിറ്റി പോലും ഇല്ലാത്ത അത്രയും അശ്ലീല ചുവയോടുകൂടിയാണ് ആ സ്ത്രീയെക്കുറിച്ച് ഓരോ കണ്ടൻറ്റ് ഓരോരുത്തന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. അവർ റീൽസ് ചെയ്യുന്നു, അവർ മറ്റ് കണ്ടൻറ് ക്രിയേറ്റേഴ്സുമായി ചേർന്നുകൊണ്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നു, അവർ ഷോർട്ട് ഫിലിമിലും പാട്ടിലൊക്കെ അഭിനയിക്കുന്നു, സിനിമയിൽ അഭിനയിക്കുന്നു. ഇതൊക്കെയാണ് രേണു സുധി ചെയ്യുന്ന മഹാ അപരാധങ്ങൾ. പിന്നെ അറിയാമല്ലോ, അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ശബ്ദ സന്ദേശങ്ങളൊക്കെ തലങ്ങും വിലങ്ങും പായുന്നുണ്ട്. ഞാൻ ഇവരുടെ 2 ഇൻ്റർവ്യൂസ് കണ്ടു. ഒരു ഇൻ്റർവ്യൂ 2 പാർട്ടായിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, മറ്റൊരു ഇൻ്റർവ്യൂ ഒരു സിംഗിൾ പാർട്ടായിട്ടാണ്. എനിക്ക് ആ 2 ഇൻ്റർവ്യൂസും കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് വൃത്തികേടൊക്കെയാണ് ഇവന്മാർ ഈ കാണിക്കുന്നത് ഇൻ്റർവ്യൂ എന്ന പേരിൽ എന്നാണ് ചോദിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം അവരെ ചട്ടം പിടിപ്പിക്കുകയാണ്. രേണു സുധിയെ വിളിച്ച് ഇരുത്തിയിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമായിരുന്നു, ഇങ്ങനെ ചെയ്യണമായിരുന്നു, നിങ്ങൾ അത് നോക്കണ്ടേ ഇത് നോക്കണ്ടേ എന്ന സദാചാര ക്ലാസ് എടുപ്പാണ് അവിടെ നടക്കുന്നത്. അതിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ഇൻ്റർവ്യൂ ആണ് എനിക്ക് ഏറ്റവും അൺഎത്തിക്കലായിട്ട് ഫീൽ ചെയ്തത്. അതായത് പൊതുസമൂഹം വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരാളെ വിളിച്ചു ഇരുത്തിയിട്ട് ആ പൊതുസമൂഹം പറയുന്നതിനേക്കാൾ വലിയ വൃത്തികേടുകൾ അവരോട് ചോദിക്കുകയാണ്, അവരെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്നതെന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ ചോദ്യങ്ങളും ഉണ്ടായിപ്പോയി. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ അവസരം കിട്ടുകയാണ്. ഇതേ ആങ്കർ ഇതേ ചാനലിന് വേണ്ടി ഇൻ്റർവ്യൂ എടുക്കുകയാണ്. മോഹൻലാലിനെ കുറിച്ച് എത്രയോ അഭിനേത്രിമാരുമായിട്ട് ചേർന്ന് ഗോസിപ്പുകൾ ഉണ്ടായിരിക്കുന്നു. അയാളുടെ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ മോശം കമൻറ്റുകൾ ആളുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് മുഴുവൻ പെറുക്കി എടുത്ത് വെച്ചിട്ട് പുള്ളിയോട് ചോദ്യം എന്ന രൂപേണ ഇതൊക്കെ ചോദിച്ച് അയാളെ അപമാനിക്കാൻ ശ്രമിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ മുന്നിൽ വന്നിരിക്കുന്ന ആൾ ഇത്രയ്ക്ക് ഉള്ളൂ, ഇതിനൊക്കെ ഇത്രയും ബഹുമാനം കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരുമാതിരി നമ്മളൊക്കെ ഏതോ കൊമ്പത്തുള്ള ആൾക്കാരാണ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. അതിൻ്റെ ഏറ്റവും വൃത്തികെട്ട പ്രതിഫലനമായിരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിൽ കണ്ടത്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ, കുറച്ച് റീലുകളും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വിഷയത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന്. അതിലൊന്നാമത്തെ കാര്യം, ഈ രേണു സുധിയായിട്ട് ബന്ധപ്പെട്ട് ഈ മോശം കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും കമൻറ്റ് ബോക്സിൽ പോയി അവരെ ചീത്ത വിളിക്കുന്നതുമായ ആളുകളുടെ ചില ആറ്റിറ്റ്യൂഡുകൾ, അത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ള എൻ്റെ ചെറിയ ഒപ്പീനിയനുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം. ഒന്നാമത്തെ കാര്യം, വിധവകൾ എങ്ങനെ ജീവിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന ഒരു സൊസൈറ്റിയുടെ വൃത്തികെട്ട കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ് കമൻറ്റ് ബോക്സുകളിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പണ്ടാണെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം എന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വിധവകളെ ആര് വിവാഹം കഴിക്കണം എന്നുള്ളത് ആരണ്ടൊക്കെ എഴുതി വെച്ചതുപോലെ അങ്ങനെയും കുറേ കാര്യങ്ങളുണ്ട്. അൾട്ടിമേറ്റ്ലി ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, ഇനി ജീവിക്കാനേ അവകാശമില്ലേ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റി അങ്ങ് തീരുമാനിക്കുകയാണ്. അവരേത് വസ്ത്രം ധരിക്കണം, അവരെങ്ങോട്ട് ചരിഞ്ഞിരിക്കണം, ഏത് വീടിൻ്റെ ഏത് മൂലയ്ക്കാണ് ഇരിക്കേണ്ടത്, അവർ പങ്കെടുക്കാൻ പാടില്ലാത്തതും പങ്കെടുക്കാൻ പാടുന്നതുമായ പരിപാടികൾ ഏതൊക്കെയാണ് എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരുന്ന ദുഷിച്ച ഒരു ഭൂതകാലത്തിൻ്റെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ വേർഷൻ ഉള്ളിക്കൊണ്ട് നടക്കുന്നവരാണ് ഈ കാര്യവും തീരുമാനിക്കുന്നത്. എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് 28 വയസ്സെന്നാണ് പ്രായം. ഒരു 18-ാം വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. തൊട്ടടുത്ത വർഷം ഞാനുണ്ടായി. കല്യാണം കഴിക്കുമ്പോൾ അച്ഛന് 48 വയസ്സാണ് പ്രായം. വളരെ ചെറിയ പ്രായത്തിൽ 4 കുട്ടികളുമായി എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്ത്രീ ഒറ്റപ്പെടുകയാണ്. അവരെങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഉപദേശിക്കാൻ വേണ്ടി. അതിൽ ചില ആളുകളൊക്കെ പറയുന്നത് സ്വീകരിക്കാനായിരുന്നെങ്കിൽ എൻ്റെ അമ്മ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദുരിത ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വന്നേനെ. അവരെല്ലാ സന്തോഷങ്ങളും അറിഞ്ഞ് ജീവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മക്കളുണ്ട്, ജീവിക്കണം, ജീവിച്ചേ പറ്റൂ, ജീവൻ നിലനിർത്തിയേ പറ്റൂ, അച്ഛനില്ലാത്ത കുറവ് മക്കളെ അറിയിക്കാതെ വളർത്തണം എന്നൊക്കെയുള്ള അവരുടെ ദൃഢനിശ്ചയത്തിൻ്റെ പുറത്ത് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേര് അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് പോലും എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഏറ്റവും വൃത്തികെട്ട വർത്താനം വിളിച്ച് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ അവർക്കും ഞങ്ങൾക്കും ഏറ്റവും നല്ലത് എന്താണ് എന്ന് ആലോചിച്ച് അതിനനുസരിച്ച് ജീവിച്ചുള്ളൂ. ഇപ്പം നമ്മൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമയുടെ കാര്യമൊക്കെ പറയുമല്ലോ, അങ്ങനെ ട്രോമാറ്റിക്കായ എത്ര ഓർമ്മകൾ ഓർത്തെടുക്കാനുണ്ട് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുമ്പോഴും അവരെടുത്ത തീരുമാനങ്ങളെ ഞാൻ വിമർശിക്കില്ല. അവരവരുടെ ജീവിതത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു വഴിയെയും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ ഇന്നും ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ മോളെ നിന്നെ അങ്ങനെ ആക്കണ്ടേ, ഇങ്ങനെ ആക്കണ്ടേ, നിനക്ക് അത് ചെയ്തൂടെ, ഇത് ചെയ്തൂടെ, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവരെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി നടക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. 2, ഇത്തരം കമൻറ്റുകളിലും പോസ്റ്റുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അതിഭീകരമായ ബോഡി ഷെയ്മിംഗ് ആണ്. അവരുടെ ശരീരം എങ്ങനെയാണെങ്കിലും, അവരുടെ മുഖമോ അവരുടെ ഭാവമോ അതെന്ത് തന്നെയാണെങ്കിലും അതിനെക്കുറിച്ച് ഏറ്റവും മോശമായ രീതിയിൽ അതിനെ അവതരിപ്പിച്ച് പുച്ഛിച്ച് ഇതിൽ നിന്ന് എന്ത് സന്തോഷമാണ് ഒരാൾക്ക് കണ്ടെത്താൻ പറ്റുക? അവർക്ക് അവരുടെ ശരീരം നല്ലതായി തോന്നുന്നിടത്തോളം, അതിനെ അവർ നന്നായി പരിപാലിക്കുന്നു എന്ന് തോന്നുന്നിടത്തോളം, അവർ തീരുമാനിച്ചിട്ടുള്ള അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് അവരൊരു ഫോട്ടോഷൂട്ടോ റീലോ ഒക്കെ ഇതൊക്കെ അഭിനയമാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്നും ബോധം വന്നിട്ടില്ലാത്ത ആളുകൾ നാട്ടിലുണ്ടെന്ന് ആലോചിക്കുമ്പോൾ സങ്കടമുണ്ട്. അപ്പോൾ അവർ തന്നെ അവർക്കായി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവർ മാത്രം
പുറത്തുനിന്ന് ഒരുത്തൻ്റെയും കാര്യം പറയുന്നില്ല. അവരായി അവർക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള അതിർത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് മറ്റൊരാളെ വേദനിപ്പിക്കാതെ, മറ്റൊരാളെ മോശമായ ഒരു കാര്യം ചെയ്യാൻ പ്രലോഭിപ്പിക്കാതെ, ഈ ഫാൻസുകാർ മുഴുവൻ ചെന്ന് എല്ലാ ഫോട്ടോയുടെയും വീഡിയോയുടെയും താഴെ ലവ് യു മുത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന എത്രയോ ഇൻഫ്ലുവൻസർമാർ നിയമപരമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു, എന്തൊക്കെ ശീലങ്ങളാണ് നമ്മുടെ പിള്ളേരിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്ര അരക്ഷിതമായ അവസ്ഥയിലാണ് നമ്മുടെ സമൂഹത്തെ അവർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നും കാണാത്ത എന്ത് കുറവാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് അവരെ ബോഡി ഷെയിം ചെയ്യുന്നത്? മൂന്നാമത്തെ കാര്യം, പൊതു സഹായം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പൊതുജനത്തിൻ്റെ മുമ്പിൽ എനിക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരിക്കൽ സഹായം അഭ്യർത്ഥിച്ചു പോയാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായം സ്വീകരിച്ചു പോയാൽ, പിന്നെ ജനം എന്ത് പറയുന്നോ അതിനനുസരിച്ച് ജീവിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ആറ്റിറ്റ്യൂഡുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ചാരിറ്റി ചെയ്യുന്നതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. കാരണം ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം വിറ്റ് തറവാടൊക്കെ പണയം വെച്ച് അങ്ങനെ ചെയ്തിരുന്ന ഒരു പരിപാടിയാണ്. ചാരിറ്റി ചെയ്യുന്നവൻ മുടിഞ്ഞ് മറ്റേ ആശുപത്രി കൊടുക്കാൻ കാശില്ലാതെ വേണം മരിച്ചു പോകാൻ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനമാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി ജോയിൻ ചെയ്ത ആ ഒരു സമയത്താണ് മലയാള മനോരമയുടെ റേഡിയോ മാംഗോ RJ ഫ്രീക്ക് ഔട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നത്. അന്ന് അത് തൃശ്ശൂർ വെച്ചാണ് നടന്നത്. ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുകയും ഞാൻ അന്ന് വിന്നർ ആവുകയും ചെയ്തു. 10,000 രൂപയാണ് എനിക്ക് പ്രൈസ് മണി ആയിട്ട് കിട്ടിയത്. ഞാൻ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എനിക്ക് ഈ കിട്ടിയ പ്രൈസ് എന്ന് പറയുന്നത് എൻ്റെ അടുത്ത വർഷത്തെ ഫീസാണ് എന്നുള്ളതാണ്. അത് മനോരമ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്തു. അവരുടെ ഓൺലൈൻ എഡിഷനിൽ മുഴുവനും, പിന്നെ കേരളം ഒട്ടാകെ ഫ്രണ്ട് പേജിൽ എൻ്റെ ഫോട്ടോ വെച്ച് അവർ വാർത്ത കൊടുത്തു. ഒരുപാട് ആളുകൾ എൻ്റെ വിദ്യാഭ്യാസത്തിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഒരുപാട് നല്ല മനുഷ്യർ എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അവരിൽ പലരുടെയും സഹായങ്ങൾ സ്വീകരിച്ച് തന്നെയാണ് ഞാൻ പഠിച്ചത്. പക്ഷേ BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാനല്ലേ ഞങ്ങൾ നിനക്ക് ഫീസ് തന്നത്, അതുകൊണ്ട് നീ BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചു കഴിഞ്ഞ് നീ കമ്പ്യൂട്ടറിൻ്റെ മേഖലയിൽ മാത്രം ജോലി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ട് ആരും വന്നിട്ടില്ല. കാരണം അവരൊക്കെ പണം തന്നത് എന്നെ ആ ഒരു ഘട്ടത്തിൽ സഹായിക്കുക എന്നുള്ളതും ഭാവിയിൽ ഞാൻ നന്നായിരിക്കുന്നത് കാണാനും വേണ്ടിയാണ്. ഞാൻ നന്നായിരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക. മോശമായൊരു കാര്യം എൻ്റെ ശരീരത്തിനോ മനസ്സിനോ നാട്ടുകാർക്കോ ഏൽക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാതിരിക്കണം. അതെൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്ന് കരുതി ഞാൻ എനിക്കിഷ്ടമുള്ള ജീൻസ് വാങ്ങിച്ചിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല, ഞാൻ എനിക്കിഷ്ടമുള്ളൊരു സിനിമയ്ക്ക് പോകാൻ പാടില്ല, ഞാൻ ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര പോകാൻ പാടില്ല എന്നൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് ആ നല്ല മനുഷ്യർ കാണിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നീ അങ്ങനെ ചെയ്തല്ലേ, നീ ഇങ്ങനെ ചെയ്തല്ലേ, ഇതൊന്നും ഒരു പുരുഷൻ ചെയ്യുമ്പോൾ ഇത്രയും വലിയ പ്രശ്നമായിട്ട് മാറില്ല. ഒരു സ്ത്രീ ചെയ്യുമ്പോഴാണ് കൂടുതൽ ആളുകൾക്കും ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായിച്ചത് ആ ഘട്ടത്തിൽ അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷവും അയാളുടെ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. മനുഷ്യരുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളാണ് അവരുടെ ഗതി എങ്ങനെയാണെന്ന് നിയന്ത്രിക്കുന്നത്. ഞാൻ നിനക്ക് 10 രൂപ തരാം, പക്ഷേ ജീവിതാവസാനം വരെ നീ ഇങ്ങനെ ജീവിച്ചേ പറ്റൂ എന്ന കണ്ടീഷനൊന്നും വെക്കുന്നില്ലല്ലോ. ഇനി അങ്ങനെയല്ല, നിങ്ങൾ അവർക്ക് കുറച്ച് പൈസ കൊടുത്തു, അവർ ആ സമയത്ത് അത് ഉപയോഗിച്ചു, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ അവർ ജീവിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ അവരുടെ വീണ്ടും പോയി സമരം ചെയ്യൂ. ഞാൻ തന്ന പൈസ എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ പൈസ കൊടുക്കുന്നത് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, നിങ്ങളുടെ ചോൽപ്പടിക്ക് നിൽക്കുന്ന പോലെ അവർ ജീവിക്കും എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ആറ്റിറ്റ്യൂഡ് ഭയങ്കര പ്രശ്നമാണ്. മറ്റൊന്ന്, ഈ കമൻറ്റ് ബോക്സിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒന്ന്, പണവും പ്രശസ്തിയും വന്നു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യും എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി എന്തും ചെയ്യും എന്ന് മറ്റുള്ള ആളുകളെക്കുറിച്ചുള്ള നമ്മുടെ ഒരു തോന്നലുണ്ടല്ലോ, അത് ബഹുഭൂരിപക്ഷം ആളുകളുടെ ഉള്ളിലുണ്ട്. അത് അവരൊക്കെ കമൻറ്റ് ബോക്സിൽ തീർക്കുന്നുണ്ട്. പണവും പ്രശസ്തിയും വരുന്നതിൻ്റെ അഹങ്കാരമാണ് ഇവർ പറയുന്നത്. ഇത്രയും ട്രിഗറിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ ഇൻ്റർവ്യൂസിലും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കമൻറ്റ് ബോക്സിലും അവരെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന കമൻറ്റുകളും ട്രോളുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് അതിനെന്താ മോനെ, നന്നായിട്ടില്ലേ മോനെ എന്ന് പറയാൻ അവർ ഓഷമൊന്നുമല്ലല്ലോ. പിന്നെ അവർക്കും ജീവിക്കണ്ടേ. പിന്നെ പണവും പ്രശസ്തിയും കിട്ടാൻ എന്തും ചെയ്യും എന്ന് പറയുന്ന, ഇപ്പോൾ മാധ്യമങ്ങളുടെ കോമഡിയാണ്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുമ്പോഴേക്കും ആ ഡ്രസ്സിൽ ബോൾഡായി ഇന്ന നടി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടും. ഈ പോസ്റ്റ് അവർ ഫേസ്ബുക്കിലിടും. അതിൻ്റെ കമൻറ്റ് ബോക്സ് മുഴുവൻ പണത്തിനും പ്രശസ്തിക്കും റോളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തുടങ്ങിയല്ലേ എന്നുള്ള കമൻറ്റുകൾ കാണാം. എല്ലാ മനുഷ്യനും പണവും പ്രശസ്തിയും ഒക്കെ ആവശ്യമാണ്. അതിൻ്റെ കൂടെ അയാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. കാര്യം പണവും പ്രശസ്തിയും നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരു അസൂയ മാത്രമാണ് അതിൻ്റെ പുറകിലുള്ളത്. പിന്നെ കുറേ ആളുകളുടെ ഒരു വലിയ ചോദ്യമാണ് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുമായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ചോദ്യത്തിന് മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യത്തിൽ എങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ളൊരു മറുചോദ്യമാണ് ആവശ്യമുള്ളത്. അവരെന്താണ് ചെയ്തത്? അവരുടെ മക്കളെ അവർ ഉപേക്ഷിച്ചോ? അവരുടെ കുടുംബത്തിന് അവർ ഉപേക്ഷിച്ചോ? അല്ലെങ്കിൽ അവർക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ചെയ്തോ? പോട്ടെ, പുകയില വസ്തുക്കളോ, ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ നടക്കുകയല്ലേ, ലഹരി വസ്തുക്കൾ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും പരിപാടി, സമൂഹത്തിന് ദോഷമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യം. സോ അവരുടെ കുടുംബത്തിനും ദോഷം ചെയ്തിട്ടില്ല, സമൂഹത്തിനും ദോഷം ചെയ്തിട്ടില്ല. അവരെന്താ ചെയ്ത്?
അവർ ഇൻസ്റ്റാഗ്രാമിൽ റീലുകളും കാര്യങ്ങളും ചെയ്യുന്നു. ആ കൊളാബറേഷൻ്റെ ഭാഗമായി അവർക്ക് കുറച്ച് വരുമാനം കിട്ടുന്നു. ആ വരുമാനം കൊണ്ട് അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. കുറേ ആൾക്കാർ ഇവർക്ക് വീട് കിട്ടിയല്ലോ, അപ്പോൾ ഇനി ആ വീട്ടിനകത്ത് ഈ കുട്ടികളെ നോക്കി അങ്ങ് ഇരുന്നാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. കയറി കിടക്കാൻ ആരും ഇറക്കി വിടില്ല എന്നുറപ്പുള്ള 4 ചുവരുണ്ടാവുക എന്ന് പറയുന്നത് അത് വലിയൊരു ആശ്വാസമാണ് ഏതൊരു മനുഷ്യജീവിയെ സംബന്ധിച്ചും. അതില്ലാത്തൊരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. അതിൻ്റെ വേദനയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പോൾ അങ്ങനെ കയറി കിടക്കാൻ ഒരു വീടുണ്ടാവുന്ന അവസ്ഥയിലേക്ക് ആ കുടുംബത്തിനെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. പക്ഷേ വിശക്കുമ്പോൾ ഈ ഇഷ്ടികയും സിമെൻറ്റും ചുരണ്ടി തിന്നാൻ പറ്റുമോ? ഇപ്പോൾ മകൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുത്തിരിക്കുന്നത് ഫ്ലവേഴ്സ് TV ആണ്, ഫ്ലവേഴ്സ് ചാനലാണെന്നുള്ളത് ആ കുട്ടി തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷേ ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ എൻ്റെ കരൾ വരെ ചൊറിഞ്ഞു തുടങ്ങി. കാരണം എങ്ങനെയെങ്കിലും രേണുസുധി എന്ന വ്യക്തിയെക്കുറിച്ച് ആ പയ്യനെ കൊണ്ട് ഏറ്റവും മോശമായിട്ടുള്ള എന്തെങ്കിലും പറയിക്കണം, അവരങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് കുത്തി 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 ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആ മോശമായിട്ടൊന്നും പറയുന്നില്ല. ഈ കൊല്ലം സുധി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ഫ്ലവേഴ്സ് ചാനലിൽ തന്നെയുണ്ട്. മൂത്ത മകൻ കൈക്കുഞ്ഞായിരുന്ന കാലം മുതൽ അവനെയും കൊണ്ട് അയാൾ കഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ സമയത്ത് അവരുടെ ജീവിതത്തിലേക്ക് സ്വന്തം തീരുമാനത്തിൻ്റെ ഭാഗമായി കടന്നു ചെന്ന ആളാണ് രേണുസുധി. അവർ എയർപോർട്ടിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എനിക്കങ്ങനെ മുന്നിലേക്ക് വന്ന് ഒന്നും ചെയ്യാനില്ല, സുധിച്ചേട്ടൻ്റെ കൂടെ സുധിച്ചേട്ടനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നവർ പറയുന്നുണ്ട്. അങ്ങനെ ആഗ്രഹങ്ങളുള്ള ആളുകളുണ്ട്. എനിക്ക് എൻ്റെ പാർട്ട്ണറായിട്ടുള്ള അയാളുടെ ജീവിത വിജയം കാണണം, ഞാൻ അതിനൊപ്പം നിൽക്കും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അയാൾ ഇല്ലാതാവുന്ന സമയത്ത്, ആ കുടുംബത്തിന് മറ്റ് വരുമാന സ്രോതസ്സുകൾ ഇല്ലാതാവുന്ന സമയത്ത് എന്താണെന്നറിയോ, ഇപ്പോൾ വീട്ടിലേക്ക് അരിയും പച്ചക്കറിയും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇരുന്നോണം എന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡൊക്കെ ഇത്തരം കമൻറ്റുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് മാത്രം പോരെന്നേ, അവർ മനുഷ്യജീവികളല്ലേ, അവരുടെ അവകാശങ്ങളിൽ തന്നെ പെടുന്നതല്ലേ. അവർക്ക് വിനോദോപാധികൾ കൺസ്യൂം ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് സിനിമയ്ക്ക് പോകണം, അവർക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം, അവിടെ ആശുപത്രി കേസുകൾ വരും. ഇതൊന്നും അറിയാതെ അവർ വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്ന് ജീവിക്കണം എന്നാണോ? കുട്ടികളുടെ ചിലവ്, അവരുടെ പേരൻസിൻ്റെ ചികിത്സാ ചിലവുകൾ, മറ്റ് എക്സ്പെൻസസ്, ഇതൊക്കെ മീറ്റ് ചെയ്യണമല്ലോ. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്തരം വരുമാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ലീഗലായി ചെയ്യാൻ പറ്റുന്ന, മാന്യമായി ചെയ്യുന്ന ഒരു കാര്യം അഭിനയം, അതവർ ചെയ്യുന്നു. ഇതിലിപ്പോൾ എന്താണ് ഇത്ര കുഴപ്പം? അപ്പോൾ ഈ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യത്തിൽ ഈ ഇങ്ങനെ തന്നെ ഒരു സ്റ്റുപ്പിഡ് ആർഗ്യുമെൻ്റാണ്. ഇനി സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ശരി, ആ ആക്സിഡൻറ്റിൽ അദ്ദേഹം മരിച്ചില്ലായിരുന്നു എന്ന് വിചാരിക്കും. അദ്ദേഹം പിന്നീട് പ്രോഗ്രാമുകളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ശാരീരികാവസ്ഥയിൽ എത്തിയെന്ന് വിചാരിക്കും. എത്ര നാൾ, എത്ര ആളുകൾ സഹായിക്കുമായിരിക്കും? സഹായങ്ങൾ മാത്രം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ ഇരുന്നുകൊണ്ട് എത്ര നാൾ ഇവരിങ്ങനെ ജീവിക്കുമായിരുന്നു? സ്വാഭാവികമായും കുടുംബമാണ്, കുട്ടികളുണ്ട്, മുതിർന്ന മറ്റാളുകളുണ്ട്, ചികിത്സാ ചെലവുകളുണ്ട്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്നുള്ള പഴയ പ്രയോഗത്തിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല. ജീവിതം പരമാവധി നന്നായി തന്നെ ജീവിക്കണം. അവരൊരു ജോലിക്ക് ശ്രമിക്കില്ലേ? ആ സമയത്ത് അവർക്ക് അഭിനയത്തിനുള്ള ഓഫർ വന്നു കഴിഞ്ഞാൽ, ഇതുപോലെ കൊളാബറേഷൻ ഓഫർ വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ ഇവിടെ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ചോദ്യവും എടുത്തു വെക്കേണ്ട കാര്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇനി വേറൊരു ആർഗ്യുമെൻറ്റ്, അത് ഞാനൊരു ഫ്രണ്ടിനോട് ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു. അതായത് രേണുസുധിക്ക് ഇത്രയും ഹെയ്റ്റ് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന് ലക്ഷ്മി നക്ഷത്ര തുടക്കകാലത്ത് ചെയ്തിട്ടുള്ള വീഡിയോസാണ് എന്നുള്ളതാണ്. കാരണം കൊല്ലം സുധി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം അത് അവർ പ്രിസർവ് ചെയ്തൊരു പെർഫ്യൂമാക്കി വെച്ചിട്ടുണ്ട്. അത് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോകുന്നത്, പിന്നെ ഇവരുടെ വീടിൻ്റെ അവസ്ഥ കാണിക്കുന്നത്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം മില്യൺ കണക്കിന് വ്യൂസ് നേടിയിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ നിനക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ട് ചെയ്താൽ പോരെ, ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ലക്ഷ്മി നക്ഷത്രത്തെ ആ സമയത്ത് വിമർശിക്കുകയും ചെയ്തിരുന്നു. ആ പെർഫ്യൂമിനെ കുറിച്ചൊന്ന് പറഞ്ഞോട്ടെ. ആ പെർഫ്യൂം അതങ്ങനെ അടിച്ചുകൊണ്ട് നടക്കാനുള്ള ഒന്നല്ല എന്ന് രേണുസുധി പറഞ്ഞതിനെതിരെയും അവരെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പ്രേ നീ മണത്ത് തീർത്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഒക്കെ, അത്തരം വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചില കമൻറ്റ്സ് ഒന്നും പ്ലേസ് ചെയ്യാൻ തോന്നില്ല, അത്രയും മോശം കമൻറ്റുകൾ. ഒരാളുടെ ശരീരത്തിൻ്റെ ഗന്ധം പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെപ്പോഴും ഇങ്ങനെ ബോഡി സ്പ്രേ പോലെ അടിച്ചുകൊണ്ട് നടക്കുകയോ എപ്പോഴും മണത്തോണ്ടിരിക്കുകയോ എന്നുള്ളതല്ല. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ശരീരത്തിൻ്റെ ഗന്ധം അത് അയാളുടെ വിയർപ്പാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതൊരു ബോഡി സ്പ്രേ പോലെ അടിച്ചുകൊണ്ട് നടക്കുന്ന സാധനമല്ല. അപ്പോൾ അതങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്, അതങ്ങനെ അടിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് അവർ പറയുമ്പോൾ അതിനും അവരെ വിമർശിക്കുകയാണ്. പിന്നെ പറഞ്ഞപ്പോഴുള്ള ടോൺ അത് അവരുടെ അന്നത്തെ ദിവസത്തിൻ്റെ എത്രയോ കാര്യങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. അപ്പോൾ ലക്ഷ്മി നക്ഷത്രം ചെയ്ത വീഡിയോസ്, അത്തരം വീഡിയോസിനെ എനിക്കും ഒരു വിമർശന ബുദ്ധിയോടുകൂടിയാണ് ആദ്യം നോക്കി കാണാൻ തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, കൊല്ലം സുധി മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആവശ്യമായ ധനസമാഹരണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മിമിക്രിക്കാരെല്ലാവരും കൂടി ഒരു വലിയ സ്റ്റേജ് ഷോ അറേഞ്ച് ചെയ്യുകയാണ്. നമ്മുടെ കൊല്ലം സുധിക്ക് വേണ്ടി നിങ്ങൾ ഈ പരിപാടി വന്ന് കണ്ട് വിജയിപ്പിക്കണം എന്നുള്ള രീതിയിൽ അവരൊരുപാട് പോസ്റ്ററുകൾ ചെയ്യും, അവരൊരുപാട് വീഡിയോസ്, റീൽസ്, ഇപ്പോഴത്തെ പ്രൊമോഷൻ രീതി അനുസരിച്ച് റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യും. അതിലെല്ലാം കൊല്ലം സുധി എന്ന ഇമോഷണൽ ഫാക്ടറാണ് അവരുപയോഗിക്കുക. കാരണം
അയാളുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ആ സ്റ്റേജ് ഷോ നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് അവരുടെ കുടുംബത്തിലേക്ക് കൊടുക്കുമല്ലോ. രേണുസുതി പറയുന്നത് ലക്ഷ്മി നക്ഷത്ര ആ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടിയിരുന്ന വരുമാനത്തിൻ്റെ ഒരു പങ്ക് ഈ കുടുംബത്തിനെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒറ്റയ്ക്ക് ഒരു സ്റ്റേജ് ഷോ നടത്തി ധനസമാഹരണം നടത്താൻ പറ്റില്ലായിരിക്കും. അവരുടെ കയ്യിലുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് അവരുടെ യൂട്യൂബ് ചാനലാണ്. പിന്നെ ഞാൻ പരിപൂർണമായും അതിനെ ന്യായീകരിക്കുന്നൊന്നുമില്ല. കാരണം ആ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് ഇപ്പോഴും അവർക്ക് റവന്യൂ ഉണ്ടാകുന്നുണ്ടാവും. യൂട്യൂബ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അത് ആജീവനാന്തം അവിടെ കിടക്കും. വളരെ ചെറിയ എമൗണ്ട് ആയിട്ടാണെങ്കിലും അതിൽ നിന്ന് റവന്യൂ ഉണ്ടാകുന്നുണ്ടാവും. അതെന്തോ ആയിക്കോട്ടെ, ആ കുടുംബത്തിന് സാമ്പത്തിക ആവശ്യങ്ങൾ വളരെയധികം ഉണ്ടായിരുന്ന ഒരു സമയത്ത് ചെറുതെങ്കിൽ ചെറുത് അങ്ങനെ ഒരു സഹായമായി അവിടെ നിൽക്കാൻ ലക്ഷ്മി നക്ഷത്രയ്ക്ക് സാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഉണ്ടായതുകൊണ്ട് എന്താണ് കുഴപ്പം? കൊല്ലം സുധിയെ വെച്ചുകൊണ്ട് അയാളുടെ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടി ഒരു സ്റ്റേജ് ഷോ നടത്തുന്നതിൽ നിന്ന് ലക്ഷ്മി നക്ഷത്ര ചെയ്തു കൂട്ടിയിട്ടുള്ള വീഡിയോസ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? പക്ഷേ നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോഴും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബം എങ്ങനെ ജീവിക്കണം, ആ വിധവ എങ്ങനെ ജീവിക്കണം, അയാളുടെ കുട്ടികൾ എങ്ങനെ വളരണം എന്നുള്ളതിനെക്കുറിച്ച് ചില ശാഠ്യങ്ങളൊക്കെ ഉണ്ട്. കളറില്ലാത്ത ഡ്രസ്സൊക്കെ ധരിച്ചുകൊണ്ട് എപ്പോഴും ഈ ദുഃഖവും വിഷമമൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് സൈഡിൽ വെച്ചിട്ട് അദ്ദേഹം വലിയൊരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന പോലത്തെ പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. കൊല്ലം സുധിയെക്കുറിച്ച് അയാളുടെ കുടുംബാംഗങ്ങൾക്ക് തീർച്ചയായും സ്നേഹത്തോടുകൂടി മാത്രം ഓർക്കാനുള്ള ഓർമ്മകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ അർത്ഥം ആ ഓർമ്മകൾ വിറ്റ് മാത്രമേ അവർ ജീവിക്കൂ എന്നല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ എന്നല്ലല്ലോ. ഞാൻ ചില ഇൻ്റർവ്യൂസിൽ കേട്ട ഡയലോഗുകൾ ഇങ്ങനെയാണ്: സുധിയുടെ ഭാര്യ എന്ന ധാർമ്മിക ഉത്തരവാദിത്വം. ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സ് ആണെങ്കിലും കമൻ്റ് ഇടുന്ന ആളുകളാണെങ്കിലും ഇവരെ ചട്ടം പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണെങ്കിലും ആദ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം, കൊല്ലം സുധി ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അങ്ങനെ ഒരാളില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ തീരുമാനങ്ങൾ അവർ ഒരുമിച്ച് എടുത്തിട്ടുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അത് അവർക്കിടയിൽ മാത്രം നടക്കേണ്ട ഒരു ഡിസ്കഷനാണ്. അവരാരും തന്നെ അത് പബ്ലിക്കലി പറയുന്നില്ലെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഇതൊക്കെ കണ്ട് സങ്കടം വരില്ലായിരുന്നു. ചിലപ്പോൾ പുള്ളിയായിരിക്കും ഇവർക്കൊപ്പം ഒരു ഹെൽപ്പായിട്ട് കൂടെ പോകുന്നുണ്ടാവും. അതിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും അദ്ദേഹമായിരുന്നിരിക്കാം. പക്ഷേ ഇവർ ഈ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ അസ്യൂം ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഈ ഒരു ഹെയ്റ്റ് ഉണ്ടായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ആ ഹെയ്റ്റിനെ മാക്സിമം വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടുള്ള റീലുകളും ഷോർട്സും ഒക്കെ വേറെ വഴിക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ രേണുസുധിയെ ഉപയോഗിച്ചുകൊണ്ടുള്ള റീലുകളിലും എനിക്ക് തോന്നിയിരുന്നു ആ ഹെയ്റ്റിനെ, അത്തരം കമൻസിനെ, റിയാക്ഷൻസിനെ, സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻസ്, അതിപ്പോൾ ഹെയ്റ്റായിട്ടാണെങ്കിലും സ്നേഹം കൊണ്ടാണെങ്കിലും വരുന്ന റിയാക്ഷൻസ് എൻകാഷ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ചെയ്യുന്നതാണോ എന്ന് പോലും സംശയം തോന്നിയ സിറ്റുവേഷൻസ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അപ്പോൾ പോലും അവർക്ക് ആ കുടുംബത്തിന് മുന്നോട്ട് പോകാനുള്ള വരുമാനം നേടിക്കൊടുക്കാൻ അതിന് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് അവരുടെ ജീവിതം അവരിങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് വാശി പിടിക്കുന്നത്? അവരുടെ മക്കളെ കൊണ്ട് അവരെക്കുറിച്ച് കുറ്റം പറയിക്കാൻ ഇങ്ങനെ ഈ രക്തദാഹികളെ പോലെ അലിഞ്ഞു നടക്കുന്നത്? അവർ റീൽ ചെയ്യുന്നു, അവർ ഡാൻസ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, കാണണ്ട, അൺഫോളോ ചെയ്യൂ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റേ 3 കുത്തുണ്ട് സൈഡിൽ. ആ 3 കുത്തിൽ കുത്തി കഴിഞ്ഞാൽ ഒരു മെനു വരും. അതിൻ്റെ അകത്ത് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുക്കുക. നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുക്കുമ്പോൾ അവർ ചോദിക്കും, ഈ കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ റീലുകളാണോ നിങ്ങൾക്ക് വേണ്ടാത്തത്, അതോ ടോപ്പിക്കാണോ വേണ്ടാത്തത് എന്നൊക്കെ ചോദിക്കും. അത് കൃത്യമായിട്ട് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ പ്ലാറ്റ്ഫോം ഇത്ര മാറി വന്നിട്ടും ഞാൻ പറയുന്നത് പഴയ ഫേസ്ബുക്ക് അമ്മാവന്മാരെന്ന് പോലും അല്ല, മറ്റേ സദ്യയൊക്കെ ഉണ്ടായിരുന്ന കാലത്തുള്ള ആ ആറ്റിറ്റ്യൂഡിൽ നിന്ന് മോക്ഷം ലഭിച്ചിട്ടില്ലാത്ത കുറേ ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മറ്റേ 3 കുത്ത്, അതാണ് സാധാരണ മെനു ആയിട്ടുള്ളത്. അതിൽ കുത്തിയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. പണ്ടൊക്കെ ഈ ചില പ്രായമായിട്ടുള്ള സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്, ഭർത്താവ് മരിച്ച് ഇത്ര കാലേ ആയിട്ടുള്ളൂ. സിനിമകളിലൊക്കെ കൂടുതൽ അങ്ങനത്തെ ഡയലോഗുകൾ നമുക്ക് കേൾക്കാൻ പറ്റും. ഭർത്താവ് മരിച്ചിട്ട് ഇത്രയേ ആയുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ എത്ര ആയാലാണ് ആ ഭർത്താവിൻ്റെ ഷാഡോയിൽ നിന്ന്, ആ വിധവ എന്ന് പറയുന്ന ടൈറ്റിലിൽ നിന്ന് മാറി സ്വന്തമായി ജീവിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റുക? 2 കൊല്ലം, 5 കൊല്ലം, 10 കൊല്ലം? എപ്പോഴാണ് വിധവയായ ഒരു സ്ത്രീ സ്വതന്ത്രയാവുന്നത്? ചുമ്മാ ആലോചിക്കാൻ വേണ്ടി ചോദിച്ചതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടായി, നിങ്ങളുടെ ചിന്തകളിലേക്ക് എന്തെങ്കിലും വെളിച്ചം വീശിയെന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക.